കഴിഞ്ഞ 5 വർഷങ്ങൾ നീണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആഗോള പ്രസിദ്ധമായ നൊട്രാഡാം കത്തീഡ്രൽ വീണ്ടും ലോകത്തിന് തുറന്നു നൽകുകയുണ്ടായി. നമുക്കറിയാം, ഈ കഴിഞ്ഞ വാരാന്ത്യത്തിൽ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങിൽ വെച്ചായിരുന്നു ദേവാലയം തുറന്നു നൽകിയത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അടക്കമുള്ള മറ്റ് പ്രമുഖ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. പാരീസിലെ നൊട്രാഡാം കത്തീഡ്രലിനെ കുറിച്ച് നമുക്കറിയാം, 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിബാധയെ തുടർന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്തിക് ശൈലിയിലുള്ള ഈ ദേവാലയം കത്തി നശിക്കുന്നത്. പിന്നീട് ഫ്രഞ്ച് സർക്കാരിൻ്റെ തന്നെ നേരിട്ടുള്ള ഇടപെടലിലൂടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും ദേവാലയം തുറന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൊട്രാഡാം കത്തീഡ്രലിനെ കുറിച്ചുള്ള വാർത്തകളും അപ്ഡേറ്റ്സുകളും MJTV തന്നെ പുറത്തുവിട്ടുള്ളതാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഇവിടേക്കുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഷെയർ ചെയ്ത പോസ്റ്റും ഇതിനോടനുബന്ധിച്ച് പള്ളിമണികൾ മുഴക്കുവാൻ അമേരിക്കൻ മെത്രാൻ സമിതിയുടെ ആഹ്വാനവും തുടങ്ങി കത്തീഡ്രലിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ തന്നെ പങ്കുവച്ചിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ഈ ദേവാലയം തുറന്നു കൊടുക്കുന്ന വേളയിൽ നടന്ന 6 ശ്രദ്ധേയമായ വസ്തുതകൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതിലൊന്നാമത്തേതാണ് ഇമ്മാനുവൽ മണിനാദം. ദേവാലയം തുറക്കുന്നതിന് മുൻപായി എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ മുഴക്കിയ ഇമ്മാനുവൽ മണിനാദമായിരുന്നു ചടങ്ങിൻ്റെ മാറ്റുകൂട്ടിയ ആദ്യത്തെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്ന്. ബൈബിളിലെ കഥാപാത്രങ്ങൾ, ചരിത്ര വ്യക്തികൾ, കത്തീഡ്രലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രമുഖ വ്യക്തികൾ എന്നിവരുമായി ബന്ധപ്പെട്ട് മണികൾക്ക് വിവിധ പേരുകൾ നൽകാറുണ്ട്. അത്തരത്തിൽ പേരുള്ള ഒന്നാണ് ഇമ്മാനുവൽ മണി. പാരീസിന് ചുറ്റുമുള്ള മറ്റ് ദേവാലയ മണികളും ഇമ്മാനുവൽ മണിക്കൊപ്പം മുഴങ്ങിയത് ചടങ്ങിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ഇമ്മാനുവൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, ദൈവം നമ്മോട് കൂടെ എന്നാണ്. നമുക്കറിയാം, പള്ളിമണികൾ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്, പ്രാർത്ഥിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അല്പം കൂടി ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ 5 വർഷങ്ങൾക്ക് ശേഷം ദേവാലയം തുറക്കപ്പെടുന്നതും ഒരിക്കലും പറ്റാത്ത ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതും ദേവാലയ മണിനാദം മുഴങ്ങിയപ്പോൾ അവർ ആഘോഷമാക്കി മാറ്റി. രണ്ടാമത്തേത് വാതിൽ തുറക്കലാണ്. അതുവരെ പൂട്ടിക്കിടന്ന ദേവാലയം വീണ്ടും പ്രാർത്ഥനകൾക്കും തിരുക്കർമ്മങ്ങൾക്കുമായി തുറന്നു കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അതൊരു വലിയൊരു ആഘോഷമാക്കി അവർ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കത്തീഡ്രലിലേക്കുള്ള പ്രവേശനമായിരുന്നു ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട നിമിഷം. പാരീസ് ആർച്ച് ബിഷപ്പ് ലോറൻ ഉൾറിച്ച് ദേവാലയത്തിൻ്റെ കൂറ്റൻ വാതിലിൽ 3 പ്രാവശ്യം വടി ഉപയോഗിച്ച് മുട്ടിയപ്പോഴാണ് ദേവാലയത്തിൻ്റെ വാതിലുകൾ തുറന്നത്. ഇതിനായി ഉപയോഗിച്ച വടി കത്തി നശിച്ച ആ പഴയ ദേവാലയത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നെടുത്ത തടിയിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ്. ഇതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. നൊട്രാഡാം വിശ്വാസത്തിൻ്റെ മാതൃകയെ ദൂരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ദൈവമക്കളെ സന്തോഷത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുവാൻ നിന്റെ വാതിലുകൾ തുറക്കുവിൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മെത്രാപ്പൊലീത്ത വാതിലിൽ മുട്ടിയത്. ഈ പ്രഖ്യാപനത്തോടെ സംഗീത അകമ്പടിയോടുകൂടിയാണ് ദേവാലയത്തിൻ്റെ വാതിലുകൾ തുറന്നത്. മൂന്നാമത്തേത് ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടിയ സംഗീതമായിരുന്നു. ദേവാലയത്തിൻ്റെ വാതിലിൽ മുട്ടിയപ്പോൾ ആലപിച്ച സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള ആ ഭാഗം, ദി സോങ്സ് ഓഫ് അസെന്റ് എന്ന ഗാനം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യഹൂദരുടെ തീർത്ഥാടനത്തിൽ വേരൂന്നിയ ഒരു തീർത്ഥാടന ഗാനമാണിത്. 1987 വിശുദ്ധ ജോൺ പോൾ II തൻ്റെ ജന്മദേശം സന്ദർശിച്ചപ്പോൾ ഹെൻറിക് ഗൊരേക്കി രചിച്ച ടോറ്റസ് ടൂസ് എന്ന പരിശുദ്ധ ദൈവമാതാവിനെ ആദരിക്കുന്ന ഗാനവും ഗായക സംഘത്തിൻ്റെ പട്ടികയിലുണ്ടായിരുന്നു. ഉണരുക വിശുദ്ധ സംഗീത ഉപകരണമേ, ദൈവത്തെ സ്തുതിക്കുക എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മെത്രാപ്പൊലീത്ത അഗ്നിബാധയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഓർഗൻ 8 പ്രാവശ്യം പ്രതീകാത്മകമായി ഉണർത്തുകയുണ്ടായി. ഓരോ പ്രാവശ്യവും വർദ്ധിത ശബ്ദത്തോടു കൂടിയായിരുന്നു സംഗീത ഉപകരണത്തിൻ്റെ ക്രമീകരണം. നാലാമത്തേത് ബാനറുകളും ഏന്തിയുള്ള പ്രദക്ഷിണമായിരുന്നു. ബാനറുകൾ വഹിച്ചുള്ള പ്രദക്ഷിണം മറ്റൊരു അവിസ്മരണീയമായ ഒരു ചടങ്ങായിരുന്നു. പാരീസിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള 113ഓളം ബാനറുകൾ പ്രദക്ഷിണത്തിലുണ്ടായിരുന്നു. സുപ്രസിദ്ധ ഫ്രഞ്ച് ഡിസൈനർ ജീൻ ചാൾസ് ഡെ കാസ്റ്റൽ ബാജാക് രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ച് വൈദികരും ഡീക്കന്മാരുമായിരുന്നു ഈ ബാനറുകൾ പിടിച്ചിരുന്നത്. മാതാവും വിശുദ്ധരും കത്തോലിക്ക വിശ്വാസത്തിലെ വിവിധ പ്രതീകങ്ങളും ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളായിരുന്നു ഓരോ ബാനറിൻ്റെയും പ്രത്യേകത. അഞ്ചാമത്തേത് അഗ്നിശമന സേനാംഗങ്ങൾക്കുള്ള നന്ദിയായിരുന്നു. അഗ്നിബാധ ഉണ്ടായപ്പോൾ ദേവാലയത്തെ സംരക്ഷിക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങൾ നടത്തിയ കഠിന പരിശ്രമത്തെ ആദരിച്ചുകൊണ്ട് നൽകിയ വൻ ഹാർഷാരവുമായിരുന്നു ചടങ്ങിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്ന്. ദേവാലയത്തിലെ അമൂല്യ തിരുശേഷിപ്പുകൾ സംരക്ഷിക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങൾ നടത്തിയത് സുത്യർഹമായ ഒരു പോരാട്ടമായിരുന്നു. അവർ പള്ളിഹാളിൽ പ്രവേശിച്ചപ്പോൾ ഹാർഷാരവത്തോടെയാണ് ജനക്കൂട്ടം അവരെ എതിരേറ്റത്. 5 മിനിറ്റോളം നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു അവിടെ നിന്ന് ഉയർന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും ഉൾപ്പെടെ ദേവാലയത്തിലുണ്ടായിരുന്ന സകലരും കരഘോഷം മുഴക്കി. ഈ സമയത്ത് നൊട്രാഡാം കത്തീഡ്രൽ ദേവാലയത്തിന് മുൻഭാഗത്ത് ഫ്രഞ്ച് ഭാഷയിൽ നന്ദി എന്നർത്ഥമുള്ള മെർസി എന്ന വാക്ക് അത് എഴുതി കാണിച്ചു. 6 അൾത്താര സമർപ്പണവും ആദ്യ വിശുദ്ധ കുർബാനയും.
അൾത്താര സമർപ്പണവും ആദ്യ വിശുദ്ധ കുർബാനയും ചടങ്ങിലെ ഏറ്റവും സുപ്രധാന നിമിഷങ്ങളിലൊന്നായിരുന്നു. അൾത്താര സമർപ്പണവുമായി ബന്ധപ്പെട്ട് നടന്ന തിരുക്കർമ്മങ്ങൾ, തിരുശേഷിപ്പുകളുടെ പ്രതിഷ്ഠയായിരുന്നു അതിൽ ആദ്യം നടന്നത്. പാരീസ് സഭയുമായി ബന്ധപ്പെട്ട് 5 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. തൈലം കൊണ്ട് അൾത്താര അഭിഷേകം ചെയ്തതിനു ശേഷമായിരുന്നു സമർപ്പണ പ്രാർത്ഥന നടന്നത്. ശേഷം അൾത്താരയുടെ ദീപാലങ്കാരങ്ങൾ തെളിയിച്ചു. അതിനുശേഷം ഏറ്റവും വലിയ ആരാധനയായ സമർപ്പണമായ വിശുദ്ധ കുർബാന പുനരുദ്ധാരണത്തിന് ശേഷം ഭക്തിപൂർവ്വം ആഘോഷമായി അർപ്പിച്ചു. ആദ്യ വിശുദ്ധ കുർബാനയിൽ സകലരും സജീവമായി പങ്കുചേർന്നു. പ്രതികൂലമായ കാലാവസ്ഥയെ വകവയ്ക്കാതെ ഒത്തുകൂടിയ വൻ ജനാവലിയായിരുന്നു മറ്റൊരു ആകർഷണം. ഏതാണ്ട് 4000-ഓളം വിശ്വാസികളാണ് കാറ്റിനെയും മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ ചടങ്ങിൽ സംബന്ധിക്കുവാൻ ദേവാലയത്തിന് പുറത്ത് തടിച്ചുകൂടിയത്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് വിവിധ ദൃശ്യമാധ്യമങ്ങളിലൂടെ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്.